വയനാട് ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്കെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനിയും കണ്ടെത്താൻ 206 പേരുണ്ട്. ടൗൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവാസം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യാൻ ധനസെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിൽ. കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന തുടരും. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനിയും കണ്ടെത്താൻ 206 പേരുണ്ട്. 93 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,042 പേർ താമസിക്കും. കേരള ജനതയൊന്നാകെ വയനാടിനെ കൈപിടിച്ചുയർത്താനായി ഒരുമിച്ച് നിൽക്കുകയാണ്. മനുഷ്യരാണ് നാം ഏവരും എന്ന സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് ഇന്ന് കേരളത്തിൽ മുഴങ്ങുന്നത്. പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കും. ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത്. അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വെള്ളാർമല സ്കൂളിൻ്റെ അവസ്ഥ നാം എല്ലാം കണ്ടതാണ്. ആ വിദ്യാലയത്തിൽ കഴിഞ്ഞ ദിവസം വരെ പഠിച്ച അനേകം വിദ്യാർത്ഥികളെ ദുരന്തം കൊണ്ടുപോയി. അവിടെ പഠനം മുടങ്ങിയിരുന്നു. ഈ പ്രതിസന്ധി കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുടക്കം വരാൻ പാടില്ല. ആവശ്യമായ സംവിധാനങ്ങൾ ഉടനടി ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തും. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കാലാവസ്ഥാ വ്യതിയാനമാണ് ദുരന്തങ്ങൾക്ക് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു വലിയ അതിതീവ്ര ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയൊരു ദുരന്തമായിട്ട് ഇതിനെ പ്രഖ്യാപിക്കുന്നതിന് വിഷമമുണ്ടാവില്ല. സാധാരണഗതിയിൽ ചെയ്യാവുന്നതാണ്. ദേശീയ ദുരന്തം ആയി പ്രഖ്യാപിക്കണം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചാലും ചില കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യാൻ സാധിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യാൻ ധനസെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംവിധാനം ഒരുക്കും. ഫലപ്രദമായ വിനിയോഗം ഉറപ്പാക്കും. അക്കൗണ്ട് വഴിയോ നേരിട്ടോ സംഭാവന കൈമാറാമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.